നമസ്കാരം. നമ്മുടെ ഈ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് പരിശോധിക്കുന്നത്. 1971 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ അഖണ്ഡജ്യോതി മാസികയുടെ വളരെ രസകരമായൊരു പതിപ്പാണിത്. ഒരു ചെറിയ ദീപശിഖയിൽ നിന്ന് തുടങ്ങി വലിയൊരു പ്രകാശം പരക്കുന്നതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഈ വലിയ പ്രപഞ്ചം വരെ നീളുന്ന വളരെ ഗഹനമായ ചില ആശയങ്ങളാണ് ഈ ഒരൊറ്റ പതിപ്പിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദൈവത്തെ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ പരമാത്മാക്കോ ഭൂലോമത്. ഇതൊരു സാധാരണ വാചകം മാത്രമല്ല കേട്ടോ. ഈ മാസികയിലെ 27 വ്യത്യസ്ത ലേഖനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ആശയം ഇതാണ്. ഒരു മാലയിലെ മുത്തുകളെ കോർത്തിണക്കുന്ന ചരടുപോലെ ഈ മാസിക മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ചിന്തകളുടെയും അടിസ്ഥാനം ഈ ഒറ്റവരിയിലുണ്ട്. അപ്പോൾ ഈ വലിയൊരു ചരിത്രരേഖയെ നമുക്കെങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം? അതിനായി നമ്മൾ 5 പ്രധാന വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം ദൈവത്തിന്റെ സന്ദേശം, പിന്നെ ആത്മീയ വളർച്ച, ആരോഗ്യം, സമൂഹത്തിന്റെ പുനർനിർമ്മാണം, ഒടുവിൽ പ്രപഞ്ചരഹസ്യങ്ങൾ. അതെ, നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി വിശാലമായ പ്രപഞ്ചം വരെ നീളുന്ന രസകരമായ ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ദൈവത്തിന്റെ മുഖ്യ സന്ദേശവും നമ്മുടെ ആന്തരിക സത്തയും. ഇതിലെ രസകരമായ കാര്യം എന്താണെന്നോ? ഈ ലേഖനങ്ങൾ വലിയ വലിയ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കടമകൾ, സ്നേഹമെന്ന അമൃത രുചിക്കൽ, അതുപോലെ ഉറച്ച വിശ്വാസമുള്ള ജീവിതം, ഇവയൊക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങളായി ഇതിലെടുത്ത് കാണിക്കുന്നത്. തീർച്ചയായും ഏതു വലിയ മാറ്റവും എപ്പോഴും നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ തുടങ്ങേണ്ടത്, അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ആത്മീയ വളർച്ചയും ആന്തരികമായ ഉണർവും. യഥാർത്ഥ ആത്മീയ വളർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് വളരെ വ്യക്തിപരമായ വെളിപാടുകളിലൂടെയാണ് എന്നാണ് ഈ ലേഖനങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിത സത്യങ്ങളെ കണ്ടെത്തുക, ഒപ്പം തന്നെ എല്ലാവർക്കും നന്മ വരുത്തുന്ന ഒരു സംസാരരീതി വളർത്തിയെടുക്കുക. ഇരുട്ടുമാറ്റാൻ ഒരു ദീപനാളം മതിയാകുന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഉണർവ് കൊണ്ടുവരാൻ ഇത്തരം ആന്തരിക മാറ്റങ്ങൾക്ക് സാധിക്കും. അടുത്തതായി മൂന്നാമത്തെ വിഷയം നമ്മുടെ ഭൗതിക ശരീരത്തെക്കുറിച്ചാണ്. ആരോഗ്യവും സസ്യാഹാരത്തിന്റെ ശക്തിയും. ഇവിടെ ഈ പതിപ്പ് വളരെ കൃത്യമായി ഒരു കാര്യം താരതമ്യം ചെയ്യുന്നുണ്ട്. മരുന്നുകളുടെ അമിത ഉപയോഗവും പ്രകൃതിയോടിണങ്ങിയുള്ള സ്വാഭാവിക ജീവിതവും തമ്മിലുള്ള വലിയ വ്യത്യാസം. മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നതിനെ ഒരുതരം അടിച്ചമർത്തൽ അല്ലെങ്കിൽ ദുർഭരണമെന്നാണിതിൽ വിശേഷിപ്പിക്കുന്നത്. അതിനുപകരം പ്രകൃതിദത്തമായ ജീവിതശൈലിയാണ് ഏറ്റവും ഉത്തമം എന്നിതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിലെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കേട്ടോ. വളരെ കൃത്യമായൊരു അവകാശവാദം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. 10 അതെ, സസ്യാഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് 10 മടങ്ങ് കൂടുതൽ ശക്തി ലഭിക്കുന്നു എന്നാണ് ആ മാഗസിനിൽ വാദിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതത്തിന് പ്രകൃതിദത്തമായ ആഹാരരീതികൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമുക്ക് കാട്ടിത്തരുന്നു. ഇനി വ്യക്തിയിൽ നിന്നും നമ്മൾ സമൂഹത്തിലേക്ക് മാറുകയാണ്. നാലാമത്തെ വിഷയം സമൂഹവും പുതിയ യുഗത്തിന്റെ നിർമ്മാണവും. അനാചാരങ്ങൾക്ക് മുകളിൽ സദാചാരത്തിന്റെ വിജയം. ഈ മാസികയിലുടനീളം നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു പുതിയ യുഗം പടുത്തുയർത്തണമെങ്കിൽ തിന്മയുടെ പതനവും നന്മയുടെ വിജയവും അനിവാര്യമാണെന്നതിൽ ഉറപ്പിച്ചു പറയുന്നു. ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന ആ ശാശ്വതമായ പോരാട്ടത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു വളരെ ശക്തമായ ആഹ്വാനമാണ്. ഇതിൽ പറയുന്നൊരു പ്രധാന വാചകം ശ്രദ്ധിക്കൂ: ഉടമകളെ ഉണർത്തുക, ജനാധിപത്യം സംരക്ഷിക്കുക. ഇതിൽ പറയുന്ന ആ ഉടമകൾ ആരാണ്? അത് നമ്മളാണ്, സാധാരണക്കാരായ പൗരന്മാർ. ഒരു ജനാധിപത്യം സംരക്ഷിക്കാൻ അതിൻ്റെ യഥാർത്ഥ ഉടമകളായ നാം ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ 5ാമത്തെയും അവസാനത്തെയും വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും നമ്മൾ അതിവിശാലമായ പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. പ്രപഞ്ചരഹസ്യങ്ങളും കുണ്ടലിനിയും. ഈ മാഗസിൻ വളരെ യുക്തിസഹമായിട്ടാണ് ബോധത്തിന്റെ പരിണാമത്തെ വിശദീകരിക്കുന്നത്. നോക്കൂ, വളരെ ലളിതമായ സസ്യങ്ങളിലെ ബോധവളർച്ചയിൽ നിന്നാണിത് തുടങ്ങുന്നത്. പിന്നെ കുണ്ടലിനി യോഗയുടെ പ്രായോഗിക തലങ്ങൾ കടന്ന് കാലത്തിനതീതമായ പ്രപഞ്ചശാസ്ത്രത്തെ അനുഭവിക്കുന്നതിലേക്ക് വരെ അത് നീളുന്നു. വിജ്ഞാനത്തിന്റെ വളരെ രസകരമായ ഒരു പടിപടിയായുള്ള വളർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതുമാത്രമല്ല കേട്ടോ, വളരെ അപ്രതീക്ഷിതവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ ഒരു ചോദ്യവും ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റു ലോകങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ടോ? ആത്മീയതയ്ക്കൊപ്പം തന്നെ പ്രപഞ്ചത്തിലെ മറ്റു ജീവനുകളെക്കുറിച്ചുള്ള ഇത്തരം നിഗൂഢമായ ആശയങ്ങളും ഇതിൽ വളരെ നിഷ്പക്ഷമായി ചർച്ച ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നവരൊന്നാണത്, അല്ലേ? അപ്പോൾ ഈ അറിവുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് വിചാർ ക്രാന്തി മഷാൽ അഥവാ ചിന്താവിപ്ലവത്തിന്റെ ജ്വലിക്കുന്ന പന്തം പോലെ ഈ പതിപ്പ് അവസാനമായി വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന വലിയ വിനാശങ്ങളിൽ നിന്നും രക്ഷ നേടാൻ മനുഷ്യന്റെ ആത്മീയബോധവും ധർമ്മബോധവും ഉണരേണ്ടതുണ്ട്
എന്നതാണ് ആ മുന്നറിയിപ്പ്. നമ്മുടെ ഉള്ളിലെ ഇരുട്ടുമാറ്റാൻ ആ വിപ്ലവചിന്തയുടെ ജ്വലിക്കുന്ന പ്രകാശത്തിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഈ വിശകലനം നമ്മൾ അവസാന ഭാഗത്തേക്കടുക്കുകയാണ്. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു ചോദ്യം വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1971 എഴുതപ്പെട്ട ഈ ആശയങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇന്നത്തെ ലോകത്തിലെ പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ് ഇത്ര കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്? നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ഈ ചിന്തകളെ നമുക്കെങ്ങനെ പ്രാവർത്തികമാക്കാം? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ചിന്തകളോടെ ഇന്നത്തെ വിശകലനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.